ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഗോബി മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് കോളിഫ്ലവർ ചൂടുവെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. വെള്ളം ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളതായതുകൊണ്ടാണ്, അപ്പോൾ ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല. ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ഇതിൽ മസാലകളെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മൈദയും ഒരു 3 ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ആഡ് ചെയ്താൽ മതിയാവും. അതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഉപ്പ് ഓൾറെഡി കോളിഫ്ലവറിൽ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ഇതിലേക്കുള്ള കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട്. അതുകൊണ്ടൊരു കളർ കിട്ടാനായിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കിനി കോളിഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കോളിഫ്ലവർ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനി നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഒരു സൈഡ് ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട വെച്ച് മറിച്ചിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ മസാലയെല്ലാം ഇതിൽ ഓയിലിൽ മിക്സായി പോകും. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗോബിയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം.
ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 3 സവാള കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നവരെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഉള്ളി ക്യാപ്സിക്കം എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ആ റോസ് സ്മെല്ലൊന്ന് മാറി വന്നാൽ മതിയാവും. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ സോയ സോസ് ഒഴിക്കുമ്പോൾ അതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടായിരിക്കും. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ ഒരു 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബോയിലാക്കി എടുക്കണം. ഇതിപ്പോൾ ഒന്ന് ബോയിലായി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. എനിക്ക് ഇത്തിരി കൂടെ ഗ്രേവി ആവശ്യമായതുകൊണ്ട് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ പുളിയും മധുരം എല്ലാം കൂടെ സെറ്റായി നല്ല ടേസ്റ്റിയാണ്. ഈ സമയം നമുക്കിനി 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഗോബി മഞ്ചൂരിയൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്